നിങ്ങളുടെ ആക്ടിങ് എങ്ങനെയാണ്? നാച്ചുറൽ ആണോ, മെത്തേഡ് ആണോ, അല്ലെങ്കിൽ രണ്ടും ചെയ്യാറുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആക്ടിങ് പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ? ആക്ടിങ് പഠിച്ചുണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വരേണ്ടതാണോ? സിനിമയിൽ കയറാനായിട്ട് അല്ലാണ്ട് അവസരം കിട്ടും പഠിക്കാണ്ട് തന്നെ? ആക്ടിങ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിങ് വർക്ക്ഷോപ്സും ആക്ടിങ്? മെത്തേഡ് ആക്ടിങ് ആണ്, നാച്ചുറൽ ആക്ടിങ് പഠിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ലാലേട്ടൻ ഒരു സ്ഥലത്ത്, ലാലേട്ടൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആക്ടിങ് പഠിച്ചെങ്കിൽ പുള്ളിയുടെ ആക്ടിങ് പോയാണ്. ഈ ആക്ടിങ് ആയിക്കില്ല, വേറെ രീതിയിലായിരുന്നു. ഓഡിഷൻ ഇല്ലാണ്ട് തന്നെ ഒരുപാട് വ്യക്തികൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പിന്നെ യൂട്യൂബ് താരങ്ങള്, ബിഗ് ബോസ് താരങ്ങൾ, അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഡിഷനും ഈ ആക്ടിംഗ് ക്ലാസ്സും വേണോ? ശരിക്കും ഓഡിഷനും ആക്ടിംഗ് ക്ലാസ്സും വേണോ? ശരിക്കും ആർക്ക് വേണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇത് ആക്ടേഴ്സിന് വേണോ എന്നാണോ, അതോ സിനിമാക്കാർക്ക് വേണോ എന്നാണോ, അതോ പുതിയ ആക്ടേഴ്സിന് വെച്ച് പടം ചെയ്യുമ്പോൾ ഓഡിഷൻ ചെയ്യണമോ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ചെയ്യണമോ, നല്ലതാണോ ചീത്തയാണോ ഒരു സംഭവം? പുതിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നത്, ആ പ്രൊഡക്ഷൻ ടീം ഒരു വർക്ക്ഷോപ്പ് വെച്ച് ഒരു ആക്ടിങ് ട്രെയിനറെ കൊണ്ട് അവർക്ക് കുറച്ച് സെഷൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാൽ റിഹേഴ്സൽ എടുക്കാറുള്ളതാണ് നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട്. പുള്ളി വർക്ക്ഷോപ്പ് പുള്ളി പോലെ പേഴ്സണാലിറ്റി പറ്റില്ലെന്നാ പറയണത്. ഇതൊക്കെ ഇൻഫർമേഷൻസ് എല്ലാം അപ്ഡേറ്റഡ് ഞാൻ മാക്സിമം സിംഗിൾ ടേക്ക് ഓക്കെ ആർട്ടിസ്റ്റ് ആണ്. സിംഗിൾ ടേക്ക് അത് വലിയ സംഭവമൊന്നുമല്ല. എൻ്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഡയറക്ടർ എൻ്റെ ഒക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് നീ 3-4 ടേക്കൊക്കെ പൊക്കോ, എനിക്ക് ഫസ്റ്റ് ടേക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ചെയ്യുന്നത് എന്തോ വലിയ സംഭവമാണെന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും പക്ഷെ ആ ഫസ്റ്റ് ടേക്കിൽ കൊടുക്കുന്ന ഒരു 100% സാധനമായിരിക്കും. പിന്നൊരു വേരിയേഷൻ വരുന്ന എന്തോ എനിക്കത് എന്താ പറയുക, റെസ്പ്രിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല സാധനം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ല. ഓക്കെ, ഒരു വട്ടം ചെയ്തൊരു സാധനം അതേ രീതിയിൽ എനിക്കത് അടുത്ത ടേക്കിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. പറ്റുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇല്ല, ലാലേട്ടൻ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ലൂസിഫറിലല്ല 17 ടേക്ക് വരെ എടുത്തിട്ടുണ്ട്. 17 ടേക്ക് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു ആറാട്ടൻ അവിടെ? അല്ല, അങ്ങനെയാണ് എനിക്ക് കിട്ടിയ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, 17 ടേക്ക് വരെ എടുത്തിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ചോട്ടാമ്പി ലൊക്കേഷൻ വെച്ച് ലാലേട്ടന്റെ അഭിനയം കണ്ടതാണ്. പക്ഷെ ലാലേട്ടന്റെ അഭിനയം പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമോ ചോദിക്കണം. കാരണം പുള്ളി അവരൊക്കെ ലെജൻസ് ആണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റേ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഏട്ടന്റെ സമയമാകുമ്പോ ഞാൻ എന്താ ഡയലോഗ് ഉണ്ടല്ലോ, ഏത് പടത്തിനകത്ത് പൃഥ്വിരാജ് മമ്മൂക്കയൊക്കെ പറയുന്ന ഡയലോഗാണ്. എന്തായാലും നിങ്ങൾ ഒരുപാട് എന്താ പറയാ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എല്ലാരും സിനിമ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാരും സ്ട്രഗിൾ ചെയ്യും.